പ്രമേഹമാണെങ്കിലും അമിതവണ്ണവും കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ടിപ്പ് ഞാൻ പറയട്ടെ. ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു 30 ദിവസം ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന ആഹാരം ഒഴിവാക്കാനോ ചോക്ലേറ്റ് കഴിക്കരുതെന്നോ അങ്ങനെയുള്ള പല കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഈ ഒരു ടിപ്പ് ആത്മാർത്ഥമായിട്ട് 30 ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. എന്തെന്നറിയോ? ആഹാരത്തിന് ശേഷം ഒരു 15 മിനിറ്റ് നടക്കുക. അതും ആദ്യത്തെ അരമണിക്കൂറിൻ്റെ അകത്ത് ഉള്ളിൽ. അതായത് ഇപ്പോൾ 2 മണിക്ക് നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ 2:30ക്കുള്ളിൽ ഒരു 15 മിനിറ്റ് നടക്കുക. നമ്മൾ സാധാരണ ഗതിയിൽ എന്താ ചെയ്യുന്നത്? കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ക്ഷീണം വരും. നമ്മൾ എവിടെയെങ്കിലും പോയി കിടക്കും അല്ലെങ്കിൽ ഇരിക്കും. അതാണ് 99% ആൾക്കാരും ചെയ്യുന്നത്. പക്ഷെ അതിന് പകരം നിങ്ങൾ ഒരു 15 മിനിറ്റ് നടന്നു നോക്കുക. നടന്നിട്ട് എന്താ മാറ്റം വരുന്നതെന്ന് ഒരു 30 ദിവസം കഴിഞ്ഞ് ഒന്ന് അറിയിച്ചു നോക്കുക. 30 ദിവസം ഇത് കറക്റ്റായിട്ട് ചെയ്താൽ ശരീരത്തിന് വലിയ മാറ്റങ്ങളുണ്ടാവും. അങ്ങനെ കുറേ നാളായിട്ട് ഞാൻ ധാരാളം പേഷ്യൻസിനോട് ഇത് പറയാറുണ്ട്. അവരുടെ അഭിപ്രായം പറയുന്നൊന്ന് കേട്ട് നോക്കി. ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ള 10 മിനിറ്റ് 15 മിനിറ്റുള്ള നടത്തം ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റണില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ശരി, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുകൊണ്ട് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഹെവിനെസ്, നമ്മളൊരു ബോഡിന്റെ ഒരു ഹെവിനെസ് ഇല്ല. അതേപോലെ തന്നെ ഈ ഭക്ഷണം കഴിച്ചിട്ട് നടക്കുക എന്നുള്ളത് നമ്പർ 1 സൊല്യൂഷൻ ആണ് എല്ലാ കാര്യത്തിനും. ഈ ഒരൊറ്റ ടിപ്പ് കൊണ്ട് എന്തുമാത്രം വ്യത്യാസമാണ് ആ രോഗിക്ക് ഉണ്ടാവുന്നത് നോക്കിയേ. ഇത് സ്ഥിരമായിട്ട് പാലിച്ചാൽ നിങ്ങൾക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതുപോലെ 25ഓളം ടിപ്പുകൾ എല്ലാ ദിവസവും ഞാൻ പേഷ്യൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മുടെ സ്റ്റാഫ് പാലക്കാടും തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ട്. അവർ സ്ഥിരമായിട്ട് നിങ്ങളെ കൊണ്ട് വിളിപ്പിച്ച് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് വണ്ണം കുറച്ച ധാരാളം ആളുകളുണ്ട്. പ്രമേഹം കൺട്രോൾ ചെയ്തതും HbA1c 11 കടന്നത് 6 വരെ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൊണ്ണത്തടി, വയറിന് ചുറ്റുമുള്ള വണ്ണമൊക്കെ കുറയ്ക്കാൻ ഇതുപോലുള്ള പല ടിപ്സുകളും കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ശാസ്ത്രീയ വശം കൂടെ പറയാം. ഈ ശാസ്ത്രീയ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കഴിച്ചതിന് ശേഷം നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ രക്തത്തിൽ ഈ പഞ്ചസാര ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. അതായത് നമ്മുടെ ഫുഡ് പൊടിഞ്ഞ് ഗ്ലൂക്കോസായി മാറി അത് നമ്മുടെ രക്തത്തിലോട്ട് ഇറങ്ങിയാണ്. അതിന് നമുക്ക് ഇൻസുലിൻ നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അതിനെ പ്രോപ്പറായിട്ട് അത് കൺട്രോൾ ചെയ്യാനും കോശത്തിനകത്തോട്ട് എത്തിക്കാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ അമിതമായി കാലറി കഴിക്കുന്ന സമയത്തും അമിതമായിട്ട് ഇങ്ങനെ ആഹാരം കഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ധാരാളം ഇൻസുലിൻ ഉണ്ടാക്കേണ്ടി വരും അല്ലേ? ഒന്ന് കോമൺ സെൻസ് അല്ലേ? ഒത്തിരി ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ഒത്തിരി ഇൻസുലിൻ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ വർഷങ്ങളോളം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരും. അതിനാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇൻസുലിൻ ഉണ്ടെങ്കിൽ പോലും അത് പ്രവർത്തിക്കാത്ത അവസ്ഥ വരും. ഇത് വലിയ പ്രശ്നമാണ്. ഇത് കാരണമാണ് പ്രമേഹവും വയറിന് ചുറ്റുമുള്ള വിസറൽ ഫാറ്റും ഇൻസുലിൻ റെസിസ്റ്റൻസും കൊളസ്ട്രോളും അതുപോലുള്ള പല രോഗങ്ങളും വണ്ണമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം. ഇത് നമ്മൾ തടയണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം ആദ്യത്തെ അരമണിക്കൂറിൻ്റെ അകത്ത് 15 മിനിറ്റ് നടക്കണം. ആദ്യത്തെ അരമണിക്കൂറിൻ്റെ അകത്ത് തന്നെ നടക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 15 മിനിറ്റ് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ മാംസങ്ങൾ, അതായത് മസിൽസിൽ എന്ത് സംഭവിക്കും? ബ്ലഡ് ഫ്ലോ കൂടും. മസിൽസ് ഒരു സ്പോഞ്ച് പോലെയാണ്. മസിൽസിന് അപ്പോൾ ഊർജ്ജം വേണം നടക്കുന്ന സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ബ്ലഡിലോട്ട് ഇറങ്ങിയ ഗ്ലൂക്കോസിനെ GLUT4 ട്രാൻസ്പോർട്ടർ എന്നുള്ളൊരു ചെയിൻ വഴി അത് നേരെ നമ്മുടെ മസിൽസിലോട്ട് കയറ്റും. മസിൽസിലോട്ട് ഈ ഗ്ലൂക്കോസ് കയറും. അവിടെ ഇൻസുലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇൻസുലിൻ ഇല്ലാതെ തന്നെ നമ്മുടെ ഗ്ലൂക്കോസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു 30 ദിവസം എല്ലാ ആഹാരത്തിന് ശേഷവും ഇങ്ങനെ നടക്കുവാണെങ്കിൽ എന്തുമാത്രം വ്യത്യാസം വരുമെന്ന് ആലോചിച്ച് നോക്കി. വളരെ എഫക്റ്റീവാണ്. ഞാൻ കുറേ നാളായിട്ട് കഴിഞ്ഞ 4-5 വർഷമായിട്ട് എന്നോട് സംസാരിക്കുന്ന എല്ലാ രോഗികളോടും ഞാൻ പറയുന്ന കാര്യമാണ്, കഴിച്ചതിന് ശേഷം ഒരു കാരണവശാലും കിടക്കരുത്. നമ്മൾ നടക്കണം. അതും ഓടുക ചെയ്യരുത്. നമ്മൾ നടക്കാൻ പറഞ്ഞാൽ ഓടും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ സ്പീഡിൽ നടക്കുക. അത്രമാത്രം സ്പീഡൊന്നും വേണമെന്നില്ല. നമ്മൾ സാധാരണ വീട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും മതി. ഒരു 15 മിനിറ്റ് 10 മുതൽ 15 മിനിറ്റ് നടക്കാൻ പറ്റിയ വളരെ എഫക്റ്റീവാണ്. പ്രത്യേകിച്ചും രാത്രി നമ്മൾ ചെയ്യുന്ന കാര്യം, ആഹാരം കഴിക്കുന്നു, അത് 9 മണിക്കും 10 മണിക്കും കഴിക്കുന്നു. അതിനുശേഷം നമ്മൾ ഉടനെ കിടന്നുറങ്ങാനായിട്ട് പോകും. ചെയ്യരുത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ വയറിന് ചുറ്റുമുള്ള വണ്ണവും വിസറൽ ഫാറ്റും, അതായത് ഫാറ്റി ലിവർ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം വളരെ ലേറ്റായിട്ട് ആഹാരം കഴിക്കുന്നതും അതുപോലെ കഴിച്ച ഉടനെ നമ്മൾ ഉറങ്ങാൻ പോകുന്നു. നമ്മുടെ മെറ്റബോളിസം പ്രോപ്പർ ആവില്ല. നമ്മുടെ ഉറക്കം പോലും ശരിയാവില്ല. കാരണം ഉറങ്ങുന്ന സമയത്തും നമ്മുടെ ആഹാരം ദഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആഹാരം, കഴിച്ച ആഹാരത്തിനെ പൊടിക്കാനും അതിനെ പ്രോപ്പറായിട്ട് ദഹിപ്പിക്കാനും ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന് പ്രോപ്പർ റെസ്റ്റ് കിട്ടില്ല. നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടുന്ന ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ശരീരം ഒന്ന് സാവധാനം നോർമലായി വരുന്നത്. അപ്പോഴായിരിക്കും നിങ്ങൾ ഉണരാൻ ചിലപ്പോൾ 6 മണിക്കൂറാകുമ്പോൾ ഉണരും. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടുള്ളൂ. ഇതൊന്ന് ശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആഹാരം കുറച്ചൊന്ന് നേരത്തെ ആക്കുകയും ചെയ്യുക. ഒരു 7 മണിക്ക് അല്ലെങ്കിൽ ഒരു 8 മണിക്ക് മുമ്പായിട്ട് ആഹാരം കഴിക്കുകയും നേരത്തെ നമ്മൾ ഇതുപോലെ ലൈറ്റായിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പല വ്യത്യാസങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടാവും. ഒന്ന് ശ്രമിച്ചു നോക്കാം. 30 ദിവസം മതി. അധികം ദിവസമൊന്നും ഞാൻ പറയുന്നില്ല. 30 ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്തതിനു ശേഷം ഇതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വന്ന് ചേഞ്ച് അത്രമാത്രം വ്യത്യാസം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ധാരാളം ആളുകളുടെ വണ്ണം കുറയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രമേഹം കൺട്രോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ ചർച്ചയാണ് നടക്കുന്നത്. എൻ്റെ വൈഫ് ആ ലോഞ്ചിവിറ്റി ഇപ്പോൾ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറാണ്, ഡോക്ടർ റൈസ. അപ്പം ലോഞ്ചിവിറ്റിക്കകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്
ആഹാരം കഴിച്ചതിന് ശേഷം 15 മിനിറ്റ് നടക്കുക. പണ്ട് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പുച്ഛിച്ച് തള്ളിയ ഒരു കാര്യമാണ്. വലിയ ശാസ്ത്രീയ അടിത്തറയൊന്നും ഇല്ല എന്നാണ് പലരും വിചാരിച്ചത്. പക്ഷേ ശാസ്ത്രീയമായി ഇപ്പോൾ പല പഠനങ്ങളുമുണ്ട്, ധാരാളം പഠനങ്ങളിൽ പറയുന്നുണ്ട് ആഹാരത്തിന് ശേഷം നമ്മൾ അരമണിക്കൂറിൻ്റെ അകത്ത് 15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൻ്റെ ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, HbA1c നമ്മുടെ 3 മാസത്തെ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, ലോഞ്ചിവിറ്റി നമുക്ക് കുറേ നാൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് പറ്റും, വയറിന് ചുറ്റുമുള്ള വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റും, മൊത്തമായിട്ടുള്ള വണ്ണം കുറയ്ക്കാൻ പറ്റും. അങ്ങനെ പല 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 ഗുണങ്ങളും ഉണ്ടാവും. രാത്രിത്തെ ഉറക്കം വരെ ശരിയാവും. കാരണം ഉറക്കം ദഹിക്കും, നമ്മുടെ വയറിൻ്റെ മോട്ടിലിറ്റിയും കൂടും. ഇപ്പോൾ വയറിന് ഗ്യാസും അതുപോലെ പല ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ഇടയിലുണ്ട്. ഞാനിത് പല ഗ്യാസ് ബുദ്ധിമുട്ടുള്ള ആളുകളടുത്തും ഞാൻ പറഞ്ഞു, വയറിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അസ്വസ്ഥമുള്ള ആളുകളടുത്തും പറഞ്ഞു നടക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചത്, എന്തിനാണ് ഡോക്ടറെ വയറിന് ബുദ്ധിമുട്ട് നിങ്ങൾ നടക്കാനായിട്ട് പറയുന്നത്? അതിന് വയറിന് വേണ്ടിയുള്ള മരുന്നുകൾ തന്നാൽ പോരെ? തെറ്റാണ്. വയറിൻ്റെ ബുദ്ധിമുട്ടിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കുക എന്നുള്ളതാണ്. അതും ആഹാരത്തിന് ശേഷം തന്നെ ഈ ഒരു പറഞ്ഞ ടൈമിൻ്റെ അകത്ത് നടന്നു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മുടെ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി, നമ്മുടെ ഇൻഡസ്ട്രീൻ്റെ അകത്തൊരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഉണ്ട്, ഈ ഫുഡ് ഇങ്ങനെ ഒഴുകി താഴോട്ട് പോകുന്നത്. ആ ഒരു മൂവ്മെന്റ് പ്രോപ്പർ ആവണമെങ്കിൽ നമ്മൾ നടക്കണം. കിടക്കുന്ന ആളുകൾക്ക്, ഇപ്പം കിടന്നുപോയ രോഗികളൊക്കെ ഉണ്ട്, ഇപ്പം പല ICUയിൽ കിടക്കുന്ന രോഗികൾ, അതുപോലെ തന്നെ പല കിടന്നുപോയ രോഗികൾ, സ്ട്രോക്കൊക്കെ വന്ന് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം മലബന്ധമാണ്. കാരണം അവിടെ ബോഡി അനങ്ങുന്നില്ല, അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി നടക്കുന്നില്ല. അപ്പോൾ വയറിൻ്റെ ദഹനം പ്രോപ്പർ ആവണമെങ്കിലും നമ്മൾക്ക് ഗ്യാസ് പ്രശ്നങ്ങൾ തടയണമെങ്കിലും രാത്രി നല്ലോണം ഉറക്കം കിട്ടണമെങ്കിൽ പോലും ഈ ഒരു ചെറിയ ശീലം നിങ്ങളെ വളരെയധികം സഹായിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് നടക്കാനായിട്ട് പറ്റുന്നില്ല, ഓഫീസിലാണ് ജോലിയെങ്കിൽ ഞാൻ വേറൊരു ടിപ്പോടെ പറയാം. അതിന് ചെയ്യേണ്ടത്, നിങ്ങൾ ഇരുന്നതിന് ശേഷം കാല് മുകളിലോട്ടും താഴോട്ടും ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. അതായത് നമ്മൾ വർക്ക് ചെയ്യുകയാണ്, ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ എൻ്റെ അടുത്ത് ഈ ഇടയ്ക്ക് ചോദിച്ചാണ്, എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് 15 മിനിറ്റ് ബ്രേക്ക് ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യും സാർ? അപ്പം ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ ജോലി ചെയ്തോളൂ, കുഴപ്പമില്ല. കാല് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ മുകളിലോട്ട് പൊക്കുക, വളരെ സാവധാനം കോൺട്രാക്ട് ചെയ്ത് പിടിക്കുക, വളരെ സാവധാനം താഴോട്ട് വരിക. അങ്ങനെ ഒരു 20 മിനിറ്റോ 25 മിനിറ്റോ ചെയ്താൽ നേരത്തെ നടക്കുന്നതിനും കാട്ടും നല്ല ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അപ്പം കാൽമുട്ട് വേദനയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെ പല ആളുകൾക്കും ഇത് കൃത്യമായി ചെയ്യാനായിട്ട് പറ്റില്ല. ഇവർക്കുള്ള ഞാൻ ഇതുപോലുള്ള പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മുട്ടുവേദന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഇതിങ്ങനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായ മെസ്സേജ് വരാറുണ്ട്. 5M മെത്തേഡിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വരുന്നത്. ഓരോ ആളുകൾക്കും അവർക്ക് വേണ്ട രീതിയിലാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത്. വളരെ എഫക്റ്റീവ് റിസൾട്ടാണ്. എനിക്കത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം ജീവിതത്തിൽ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഷുഗർ കുറഞ്ഞു എന്ന് ഒരു മെസ്സേജ് കാണുമ്പം എനിക്ക് കിട്ടുന്ന സന്തോഷം വേറെ എന്ത് കിട്ടിയാലും എനിക്ക് കിട്ടില്ല. അത്രമാത്രം സന്തോഷമാണ് കിട്ടുന്നത്. വണ്ണം കുറഞ്ഞൊരു 3 കിലോ 4 കിലോ കുറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അസുഖം തടയുകയാണ് ഞാൻ. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും പാടുപെടുന്നത്. കാരണം ഇത്രയും സ്റ്റാഫുകളെ ഇരുത്തി, അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള, വളരെ എളുപ്പമാണ്, ഈസി ആയിട്ട് ഫോളോ ചെയ്യുന്ന പല മെത്തേഡ്സുകളാണ് നമ്മൾ 5M മെത്തേഡിലൂടെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ മെത്തേഡ്സ് കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജീവിതം കിട്ടും, നല്ല പോസിറ്റീവ് ആയിട്ടൊരു ലൈഫും അതുപോലെ വളരെ ഒരു സന്തോഷവാനായിട്ട് എപ്പോഴും ഇരിക്കാനും പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സുകളാണ് നമ്മൾ 5M മെത്തേഡിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത്. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല, അത്രമാത്രം ഗുണമുണ്ടാവുന്ന ഒരു പ്രോഗ്രാമാണ് 5M മെത്തേഡ്. അതിൻ്റെ ഒരു ടിപ്പാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. വളരെ എഫക്റ്റീവാണ്. കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്ന ടിപ്പ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പറഞ്ഞത്. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയെങ്കിലും നമുക്ക് ഒത്തിരി അസുഖങ്ങൾ മാറ്റാനായിട്ട് കഴിയട്ടെ.